Hello viewers, welcome back to Malayalees channel. എന്റെ പേര് അശോക്. നമുക്കൊന്നൊരു കമ്പാരിസൺ വീഡിയോയിലേക്ക് കിടക്കാം. പോക്കോന്റെ ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ ആണ് പോക്കോ X3 എന്ന് പറയുന്നത്. റിയൽമിയുടെ അതേ ബഡ്ജറ്റിൽ വരുന്ന ഒരു ഫോണാണ് Realme 7 Pro എന്ന് പറയുന്നത്. അപ്പോൾ മിക്കവാറും ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, പോക്കോ X3 വാങ്ങിക്കണോ Realme 7 Pro വാങ്ങിക്കണോ എന്നുള്ളത്. ആ കൺഫ്യൂഷൻ നമുക്കൊന്ന് ഇവിടെ സോൾവ് ചെയ്ത് നോക്കാം. പോക്കോ X3 വേഴ്സസ് Realme 7 Pro കമ്പാരിസൺ. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. Realme 7 Pro രണ്ട് വേരിയന്റിൽ അവൈലബിൾ ആണ്. 6GB 128GB RAM പിന്നെ 8GB 120GB RAM. 6GB 128GB റാമിന്റെ വിലയാണ് 19,999, അതായത് 19,999 രൂപ. 8GB 120GB റാമിന്റെ വിലയാണ് 21,999 രൂപ. ഇനി പോക്കോ X3യുടെ കാര്യം പറയാനാണെങ്കിൽ പോക്കോ X3 മൂന്ന് വേരിയന്റിൽ അവൈലബിൾ ആണ്. 6GB 64GB RAM അതിന്റെ വിലയാണ് 16,999. പിന്നെ 6GB 120GB RAM അതിന്റെ വിലയാണ് 18,499. പിന്നെ 8GB 120GB RAM അതിന്റെ വിലയാണ് 19,999. അപ്പൊ നിങ്ങൾ വിലയുടെ കാര്യം നോക്കാനാണെങ്കിൽ Realme 7 Proന്റെ 6GB 120GB RAM കിട്ടുന്ന വിലയ്ക്കാണ് നമുക്ക് പോക്കോ X3യുടെ 8GB 120GB RAM വേരിയന്റ് കിട്ടുന്നത്. ഡിസ്പ്ലേനെ കുറിച്ച് പറയാനാണെങ്കിൽ പോക്കോ X3യിൽ ഉപയോഗിച്ചിരിക്കുന്ന 6.67 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേ ആണ്. എന്നാൽ Realme 7 Pro ഉപയോഗിച്ചിരിക്കുന്നത് 6.4 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. ഇനി പോക്കോ X3യുടെ പ്രത്യേകതയായിട്ട് പറയേണ്ടത് 120 Hz ആണ് ഇതിന്റെ റിഫ്രഷ് റേറ്റ്. Realme 7 Pro 60 Hz ഉള്ളൂ. പോക്കോ X3യിൽ പിന്നെ ടച്ച് സാമ്പിളിംഗ് റേറ്റ്, അതായത് നിങ്ങൾ ഫോണിൽ തൊടുന്നതും ഫോൺ റെക്കഗ്നൈസ് ചെയ്യുന്നതും തമ്മിലുള്ള ഒരു റേറ്റ് എന്ന് പറയുന്നത് 240 Hz ആണ്. എന്നാൽ Realme 7 Pro അത് 120 Hz ഉള്ളൂ. പോരാത്തതിന് പോക്കോ X3യിൽ ഡൈനാമിക് സ്വിച്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷനാലിറ്റി ഉണ്ട്. അതായത് ഫോണിന്റെ റിഫ്രഷ് റേറ്റ് ഫോണിന്റെ ഉപയോഗത്തിനനുസരിച്ച് മാറും. അതുകൊണ്ട് തന്നെ ബെറ്റർ ബാറ്ററി സേവിംഗ് ഡിസ്പ്ലേ ആണ് പോക്കോ X3യുടേത്. ഇനി ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ആരാ വിന്നർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ബെറ്റർ റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ വേണമെന്നുണ്ടെങ്കിൽ പോക്കോ X3 ആണ് വിന്നർ. നിങ്ങൾക്ക് ഒരു ബെറ്റർ ഡിസ്പ്ലേ പാനൽ വേണമെന്നുണ്ടെങ്കിൽ, അതായത് സൂപ്പർ AMOLED ഡിസ്പ്ലേ വേണമെന്നുണ്ടെങ്കിൽ Realme 7 Pro തന്നെയാണ് വിന്നർ. ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ്. അതിൽ രണ്ട് ഫോണിലും മെയിൻ ക്യാമറ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന 64 മെഗാ പിക്സലിന്റെ സോണി IMX682 സെൻസറിന്റെ മെയിൻ ക്യാമറയാണ്. ഇനി രണ്ട് ഫോണിലും 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് ക്യാമറ ഉണ്ട്, രണ്ട് ഫോണിലും 2 മെഗാ പിക്സലിന്റെ ഒരു മാക്രോ ക്യാമറയുണ്ട്. ഇതിൽ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോക്കോ X3യിൽ ഉപയോഗിച്ചിരിക്കുന്നത് 13 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറയാണ്. Realme 7 Proയിൽ അത് 8 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറയാണ്. അപ്പോൾ കോൺഫിഗറേഷൻ വൈസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോക്കോ X3 ആണ് അൾട്രാ വൈഡ് ക്യാമറ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളതുകൊണ്ട് ക്യാമറ വൈസ് വിന്നർ ആയിട്ട് വരുന്നത്. പക്ഷേ ഫ്രണ്ട് ക്യാമറയുടെ കാര്യം പറയാനാണെങ്കിൽ ഫ്രണ്ട് ക്യാമറയിൽ പോക്കോ X3ക്ക് 20 മെഗാ പിക്സലേ കൊടുത്തിട്ടുള്ളൂ. Realme 7 Proയിൽ അത് 32 മെഗാ പിക്സലാണ്. അപ്പോൾ ഫ്രണ്ട് ക്യാമറയുടെ കാര്യം നോക്കാനാണെങ്കിൽ Realme 7 Pro ആണ് വിന്നർ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറ കൂടിയൊരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ Realme 7 Pro വാങ്ങിക്കുക. നിങ്ങൾക്ക് ബാക്ക് ക്യാമറ കുറച്ചും കൂടെ അൾട്രാ വൈഡ് ഫോട്ടോസ് ബെറ്റർ ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ പോക്കോ X3 മേടിക്കുക. അതുപോലെ തന്നെ ധാരാളം ക്യാമറ ഫീച്ചേഴ്സ് കുത്തിനിറച്ചിട്ടുള്ള ഫോണാണ് പോക്കോ X3യും Realme 7 Proയും. ബാറ്ററിയുടെ കാര്യം പറയാനാണെങ്കിൽ പോക്കോ X3യിൽ ഉപയോഗിച്ചിരിക്കുന്ന 6000 mAh ബാറ്ററിയാണ്. Realme 7 Proയിൽ 4500 mAh ബാറ്ററിയാണ്. പോക്കോ X3യിൽ കൊടുത്തിരിക്കുന്ന ചാർജർ എന്ന് പറഞ്ഞാൽ 33 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജറാണ്. പക്ഷേ Realme 7 Proയിൽ കൊടുത്തിരിക്കുന്ന 65 വാട്ടിന്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജറാണ്. അപ്പോൾ പോക്കോ X3 ചാർജ് ആവാൻ അറൌണ്ട് 65 മിനിറ്റ്സ് ആണ് എടുക്കുന്നത്. നമ്മുടെ Realme 7 Pro ചാർജ് ആവാൻ വെറും 34 മിനിറ്റ് മതി. അപ്പോൾ ഇതിലൊരു പ്രത്യേകിച്ച് കമ്പാരിസൺ ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളതാണ് ഇതിൽ മെയിൻ. നിങ്ങൾക്ക് കുറച്ചും കൂടെ ചാർജ് നിൽക്കുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ പോക്കോ X3 ആണ് നിങ്ങളുടെ ചോയ്സ്. നിങ്ങൾക്ക് പെട്ടെന്ന് ചാർജ് ആവണം, ഫോൺ പെട്ടെന്ന് യൂസ് ചെയ്യണം എന്നുള്ളതാണെങ്കിൽ Realme 7 Pro ആണ് നിങ്ങളുടെ ചോയ്സ്. പ്രോസസറിനെ കുറിച്ച് പറയാനാണെങ്കിൽ പോക്കോ X3യിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്നാപ്ഡ്രാഗൺ 732G ചിപ്സെറ്റ് ആണ്. Realme 7 Proയിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്നാപ്ഡ്രാഗൺ 720G ചിപ്സെറ്റ് ആണ്. രണ്ട് ഫോണിലും ഉപയോഗിച്ചിരിക്കുന്ന ഒക്ടാ കോർ പ്രോസസർ ആണ്. രണ്ടിലും ക്ലോക്ക് സ്പീഡ് സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങളൊരു ഗെയിമർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ പ്രോസസർ എന്ന് പറയുന്നത് പോക്കോ X3യുടെ ലേറ്റസ്റ്റ് 732G ചിപ്സെറ്റ് ആണ്. കുറച്ചും കൂടെ ഗെയിമിങ്ങിന് വേണ്ടി ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള പ്രോസസറാണ് 732G ചിപ്സെറ്റ് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളൊരു നോർമൽ യൂസർ ആണെന്നുണ്ടെങ്കിൽ 720G ചിപ്സെറ്റ് ആയാലും 732G ചിപ്സെറ്റ് ആയാലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യില്ല. ഒരു നോർമൽ യൂസേജിന് രണ്ട് പ്രോസസറും വളരെ നല്ല പ്രോസസർ തന്നെയാണ്. ഇനി ഫോണുകളുടെ ഫിസിക്കൽ ഓവർവ്യൂവിനെ കുറിച്ച് പറയാനാണെങ്കിൽ പോക്കോ X3യുടെ തിക്നെസ് എന്ന് പറയുന്നത് 10.8 mm ആണ്. അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 225 grams ആണ്. നേരെ മറിച്ച് Realme 7 Proന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 8.7 mm ആണ്. അതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 182 grams ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്തൊക്കെ കോൺഫിഗറേഷൻ തന്നിട്ടുണ്ടെങ്കിലും പോക്കോ X3 ഒരു ഹെവി വെയിറ്റ് ആൻഡ് തിക്ക് ഫോണാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഗെയിമിംഗ് സമയത്ത് അല്ലെങ്കിൽ ഫോൺ മൾട്ടിമീഡിയക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വെയിറ്റ് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഇതിൽ വിന്നർ എന്ന് പറയുന്നത് ലൈറ്റ് വെയിറ്റ് ആൻഡ് തിൻ ഡിസൈൻ കൊടുത്തിട്ടുള്ള Realme 7 Pro തന്നെയാണ്. പിന്നെ ഫിംഗർ പ്രിന്റ് സ്കാനറിനെ കുറിച്ച് പറയാനാണെങ്കിൽ Realme 7 Pro ഉപയോഗിച്ചിരിക്കുന്ന ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ്. പോക്കോ X3യിൽ അത്
പവർ ബട്ടണിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. രണ്ട് ഫോണിലും പ്ലാസ്റ്റിക് ബാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ഫോണിലും 3.5mm ജാക്ക് അവൈലബിൾ ആണ്. രണ്ട് ഫോണിലും ടൈപ്പ് സി പോർട്ടും അവൈലബിൾ ആണ്. ഇനി ഒരു ഡിഫറൻസ് ആയിട്ട് പറയാനാണെങ്കിൽ റിയൽമി 7 Pro ഒരു ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് അവൈലബിൾ ആണ്. എന്നാൽ പോക്കോ X3 ഒരു ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് അവൈലബിൾ ആണ്. ഹൈബ്രിഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ആണ് അവൈലബിൾ. അതായത് നിങ്ങൾക്ക് ഒരു സിമ്മും ഒരു മെമ്മറി കാർഡും മാത്രമേ പോക്കോ X3 ഉപയോഗിക്കാൻ കഴിയുള്ളൂ. പക്ഷേ റിയൽമി 7 Pro രണ്ട് സിമ്മും ഒരു മെമ്മറി കാർഡും ഒരേ സമയം ഇടാൻ കഴിയും. റിയൽമി 7 Pro രണ്ട് കളേഴ്സിൽ അവൈലബിൾ ആണ്. മിറർ ബ്ലൂ പിന്നെ മിറർ വൈറ്റ്. പോക്കോ X3 രണ്ട് കളേഴ്സ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഷാഡോ ഗ്രേ പിന്നെ കൊബാൾട്ട് ബ്ലൂ. ഇനി നമുക്കൊരു കൺക്ലൂഷൻ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള പോലെ പറയാനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആമോലെഡ് ഡിസ്പ്ലേ വേണം, സൂപ്പർ ഫാസ്റ്റ് ചാർജിംഗ് 65 വാട്ട്സിന്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിംഗ് വേണം, ഒരു സ്ലീക്ക് ആൻഡ് ലൈറ്റ് വെയിറ്റ് ഫോൺ വേണം എന്നുണ്ടെങ്കിൽ റിയൽമി 7 Pro ആണ് നിങ്ങളുടെ ചോയ്സ്. എന്നാൽ നിങ്ങൾക്ക് ഒരു ബെറ്റർ പ്രൊസസർ വേണം, 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ വേണം, 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഉള്ള ഫോൺ വേണം, ബെറ്റർ ബാറ്ററി വേണം, പക്ഷേ കുറച്ച് തിക്ക് ആയിട്ടുള്ള കുറച്ച് ഹെവി ആയിട്ടുള്ള ഫോൺ വേണം എന്നുണ്ടെങ്കിൽ പോക്കോ X3 ആണ് നിങ്ങളുടെ ചോയ്സ്. എന്നാൽ പോക്കോ X3 റിയൽമി 7 Pro തമ്മിൽ ഒരു നോർമൽ യൂസറിന് വലിയ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യില്ല. ഒരു സ്ഥലത്ത് ആമോലെഡ്, ഒരു സ്ഥലത്ത് റിഫ്രഷ് റേറ്റ്, ഒരു സ്ഥലത്ത് പ്രൊസസർ, ഒരു സ്ഥലത്ത് ബാറ്ററി, ഇതൊക്കെ ഒരു നോർമൽ യൂസറിന് വലിയ വ്യത്യാസം വരുത്തുന്ന ഫോണല്ല. നിങ്ങൾക്ക് രണ്ട് ഫോണും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോണാണ്. എന്നാൽ ഒരു ഗെയിമറിന് കുറച്ചും കൂടെ ബെറ്റർ ഫോൺ എന്ന് പറയുന്നത് പോക്കോ X3 ആയിരിക്കും. കാരണം ബെറ്റർ പ്രൊസസറും ബെറ്റർ ബാറ്ററി ബാക്കപ്പും ആണ്. പിന്നെ നിങ്ങൾ ഞങ്ങളുടെ പോക്കോ X3 വേഴ്സസ് റെഡ്മി നോട്ട് 9 Pro Max വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. പ്ലീസ് കാണുക. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സ് ആൻഡ് സജഷൻസ് ആൻഡ് ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കമന്റ് ബോക്സിൽ അയക്കുക. നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. ബൈ.